അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ MOU ഒപ്പിട്ടതിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അഭിനന്ദിക്കുകയാണ് കേരളത്തെ. ഇത് യാതൊരു തരത്തിലുള്ള ചരടുകളും ഇല്ലാതെയുള്ള ഒപ്പിടലാണ്. അതായത് ദേശീയ വിദ്യാഭ്യാസ നയം, അതിൽ കരിക്കുലം, അതൊന്നും കേന്ദ്രത്തിന് ഇടപെടാൻ പറ്റില്ല എന്ന രൂപത്തിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിൽ പ്രത്യേകമായി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞൊരു കാര്യം, തന്ത്രപരമായ നീക്കം ഞങ്ങൾ നടത്തിയെന്നാണ്. എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ശ്രീപത്മനാഭൻ? അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാണ്ട്. ഒന്ന്, ദേശീയ വിദ്യാഭ്യാസ നയം ആരോടും ചോദിക്കാണ്ടാണ് കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നത് ശരിയല്ല. അത് 2020 അതിൻ്റെ കരട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അയച്ചു കൊടുത്തിരുന്നു. അവരോട് അഭിപ്രായം ചോദിച്ചിരുന്നു. കേരളത്തിലും അത് വന്നിരുന്നു. കേരളത്തിൽ സർക്കാർ അഭിപ്രായവും പറഞ്ഞിരുന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാന സർക്കാരുകളും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായങ്ങളൊക്കെ കേട്ടതിന് ശേഷമാണ് ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത്. അതിൽ ഒരു കാര്യം സത്യമാണ്, ഇപ്പോൾ കേരളം പറഞ്ഞ എല്ലാ അഭിപ്രായവും സ്വീകരിച്ചിട്ടില്ല. പക്ഷേ കേരളം പറഞ്ഞ എല്ലാ അഭിപ്രായവും തള്ളിക്കളഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും പറഞ്ഞ മുഴുവൻ അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം പറഞ്ഞ മുഴുവൻ അഭിപ്രായങ്ങൾ തള്ളിക്കളയുകയോ ചെയ്തിട്ടില്ല. ഒന്നത്. രണ്ട്, ഈ ദേശീയ വിദ്യാഭ്യാസ നയം ഈ 336 സ്കൂളുകളിലാണ് കേരളം നടപ്പിലാക്കേണ്ടത്. അങ്ങനെയാണ്. കാരണം ഈ 336 സ്കൂളുകളെ വേറൊരു നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ്. എന്നോട് അതുമായി ബന്ധപ്പെട്ട ദേശീയ തലത്തിലെ ചർച്ചകളിൽ പങ്കെടുത്ത ആൾ പറഞ്ഞത്, നമ്മുടെ കേന്ദ്രീയ വിദ്യാലയങ്ങളുണ്ടല്ലോ, ഓരോ ജില്ലയിലും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലെ കേന്ദ്രീയ വിദ്യാലയങ്ങളുണ്ട്. ആ നിലവാരത്തിലേക്ക് കേരളത്തിലെ ഒരു ബ്ലോക്കിലെ ഒരു പ്രൈമറി സ്കൂളും ഒരു ഹയർ സ്കൂളും ആ നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ്. അതിനുവേണ്ട സാമ്പത്തിക സഹായം, അതിനുവേണ്ട അടിസ്ഥാന സൗകര്യ വികസനം, അതിനുവേണ്ട സാങ്കേതിക വിദ്യ ഇതൊക്കെ നൽകും. ഇതാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ആരോടും ചോദിക്കാണ്ട് കൊണ്ടുവന്ന് കെട്ടിയിറക്കിയതൊന്നല്ല. രണ്ട്, ഈ 336 വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ ഈ ഫണ്ട് സ്വീകരിക്കുന്ന വിദ്യാലയങ്ങളിൽ മാത്രമേ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ വിദ്യാഭ്യാസ നയം ഇപ്പോൾ നടപ്പിലാക്കേണ്ടതുള്ളൂ. ഭാവിയിൽ അത് വ്യാപിപ്പിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് അതാത് സംസ്ഥാന സർക്കാരുകളും കേന്ദ്രവും തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട വിഷയമാണ്. ഒന്ന്. രണ്ടാമത്തേത്, കോൺഗ്രസ്സുകാർ ഞങ്ങളൊന്നും അറിയില്ല രാമനാരായണ എന്ന് പറയണ്ട. രാജസ്ഥാനിൽ 2023 ഏപ്രിലിൽ ഈ നയം നടപ്പിലാക്കി. ഇന്ത്യയിൽ രാജസ്ഥാൻ ടോപ്സ് ഇൻ സെലക്ടിംഗ് സ്കൂൾസ് അണ്ടർ PM ശ്രീ. സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നതിൽ രാജസ്ഥാൻ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ള ടൈംസ് ഓഫ് ഇന്ത്യൻ്റെ വാർത്ത 23 ഏപ്രിൽ 2023 രാജസ്ഥാനിലെ BJP സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ്. 2023 നവംബർ മാസത്തിലാണ്, ഡിസംബറിലാണ് സത്യപ്രതിജ്ഞ, നവംബറിലെ ഇലക്ഷൻ. അപ്പോൾ അതൊന്നും പറയണ്ട. ഇതൊക്കെ കോൺഗ്രസ്സുകാർക്ക് അറിയാം. അവർ ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ അവർ സ്വീകരിച്ചിട്ടുണ്ട്, നടപ്പിലാക്കിയിട്ടുണ്ട്. ഇന്ന് അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ അവർ തുടർന്നു കൊണ്ടുവന്നുമുണ്ട്. ഇതാണ് ഒന്ന്. രണ്ട്, കരിക്കുലത്തിൻ്റെ കാര്യം ഇത് ചർച്ച ചെയ്ത് തീരുമാനിച്ചാണ്. ഇതിൽ ആർക്കും പിടിവാശി വേണ്ട ആവശ്യവുമില്ല. കേന്ദ്ര സർക്കാരിന് തുറന്ന സമീപനമാണ്. എല്ലാ വിഷയത്തിലും ചർച്ച ചെയ്ത് സംസ്ഥാന സർക്കാരുകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുത്തിട്ടാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആയുഷ്മാൻ ഭാരത് പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ ഒറിജിനൽ പ്രോജക്റ്റ് വെച്ച് നടപ്പിലാക്കിയാൽ കേരളത്തിൽ 16 ലക്ഷം കുടുംബങ്ങൾക്കേ കിട്ടുള്ളായിരുന്നു. ഇപ്പോൾ സംസ്ഥാന സർക്കാർ അതിൻ്റെ നിബന്ധനകളിൽ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ മാറ്റം വരുത്തി കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെട്ട മുഴുവൻ 32 ലക്ഷം കുടുംബങ്ങൾക്കും നൽകുന്നതിന് വേണ്ടി അതിൻ്റെ നിബന്ധന മാറ്റം വരുത്തിയെന്ന് മാത്രമല്ല, നേരത്തെ 2011 സാമ്പത്തിക സർവേയിൽ ഉൾപ്പെട്ടതായ ഒരു 3 ലക്ഷം കുടുംബങ്ങളെങ്കിലും ഉൾപ്പെടുത്തി ഇന്ന് 35 ലക്ഷം കുടുംബങ്ങൾക്ക് കേരളത്തിൽ ആയുഷ്മാൻ ആരോഗ്യ പദ്ധതി നടപ്പിലാക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഇതെന്താ, ഇത് പഴയ കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് യൂണിയൻ ഒന്നും അല്ലല്ലോ, ഇരുമ്പ് മറയൊന്നുമില്ലല്ലോ. ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ, പരസ്പരം ചർച്ച ചെയ്ത് മുന്നോട്ട് പോകേണ്ടതല്ലേ? അങ്ങനെയല്ലേ മറ്റ് 26 സംസ്ഥാനങ്ങളും ചെയ്തത്, ഇൻക്ലൂഡിംഗ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ. കേരള സർക്കാരിൽ ഇവിടുത്തെ LDF മുന്നണിയിൽ നടന്ന കാര്യത്തെക്കുറിച്ചൊരു അഭിപ്രായം പറയൂ. അങ്ങ് ഈ പറഞ്ഞതുപോലെ സംസ്ഥാനങ്ങളോട് ആലോചിച്ച് നടപ്പാക്കിയ ഒരു വിശാലമായ പദ്ധതി എന്ന് അങ്ങ് പറയുമ്പോൾ, ഇവിടെ സർക്കാർ എന്ത് ചെയ്തു? LDF ആലോചിക്കാതെ CPI അറിയിക്കാതെ പോയി ഒപ്പുവെച്ചു. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അതിനൊരു കാരണമുണ്ട്. 2020 ചർച്ച ചെയ്യാൻ കരട് രേഖ കൊടുത്തയച്ചപ്പോൾ CPIക്കാരെ കാണിച്ചില്ലേ, ക്യാബിനറ്റിൽ വെച്ചില്ലേ? വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും മുഖ്യമന്ത്രിയും മാത്രമേ അറിഞ്ഞുള്ളൂ.
അന്നിത് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ക്യാബിനറ്റിൽ അവതരിപ്പിക്കണ്ടേ? അല്ലെങ്കിൽ ഇത് ക്യാബിനറ്റ് ചർച്ച ചെയ്യണ്ടേ? മുന്നണി ചർച്ച ചെയ്യണ്ടേ? ഇതാ ഇങ്ങനെ ഒരു സാധനം കേന്ദ്രം കൊടുത്തയച്ചിട്ടുണ്ട്, അത് നടപ്പിലാക്കും എന്നാണ് പറയുന്നത്. സംസ്ഥാനങ്ങൾ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. എന്താ എല്ലാവർക്കും പറയാനുള്ളത്? ഇത് ചോദിച്ചിട്ടില്ല. ഇത് 5 കൊല്ലം മുന്നേ നടന്ന സംഭവമാണ്. അന്ന് ചോദിച്ചിട്ടുണ്ട്, നടപ്പാക്കാൻ പറ്റില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ 2 തവണ ക്യാബിനറ്റിൽ പറ്റില്ല എന്ന നിലപാടെടുത്തത് CPI ആണ്. അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ? CPIൻ്റെ അഭിപ്രായത്തിന് ഒരു വിലയില്ലാന്ന് ഇപ്പം മനസ്സിലായില്ലേ? CPIൻ്റെ അഭിപ്രായത്തിന് ഒരു വിലയില്ലാന്ന് മനസ്സിലായില്ലേ? ഇനി CPI എന്ത് ചെയ്യണമെന്ന് CPI തീരുമാനിക്കുക. ഞാനെന്ത് പറയാനാ? ഞങ്ങൾ BJP-ക്കാർ എന്ത് പറയാനാ? അവർ തീരുമാനിക്കട്ടെ, അവർക്ക് വേണ്ട കാര്യം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇത് കൊണ്ടുവന്നത്. അങ്ങനെ തന്നെയാണ് ഇത് നടപ്പിലാക്കുന്നത്. ആരുടെ തലയിലും കെട്ടിവെക്കുന്നില്ല, ആരെ കൊണ്ടും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നില്ല. ഇന്നും 2 സംസ്ഥാനങ്ങൾ ഒപ്പിടാണ്ട് മാറി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. ഒപ്പിടാൻ നിർബന്ധിക്കുകയായിരുന്നു എന്നുള്ളൊരു സാഹചര്യമുണ്ട്. സർവശിക്ഷാ അഭിയാൻ വഴിയുള്ള ഫണ്ട് കിട്ടണമെങ്കിൽ PM ശ്രീ ഒപ്പിടണമെന്നുള്ള നിബന്ധന വന്നില്ലേ? അങ്ങനെയൊന്നില്ലാന്ന്. ഈ ഫണ്ട് കിട്ടാനേ ഇത് ഒപ്പിടണ്ടു, വേറെ ഫണ്ട് കിട്ടാൻ ഇത് ഒപ്പിടണ്ട. അങ്ങനെയൊന്നില്ല. അതൊക്കെ ഇവർ പറഞ്ഞ് പരത്തുന്ന നുണകളാണ്. ഇവർ പലതും പറയും, അതൊന്നും നോക്കണ്ട. അങ്ങനെ ഇന്ത്യയിൽ എവിടെയും ചെയ്യാറില്ല. ഒരു ഫണ്ടിന് ആ ഫണ്ടിൻ്റെ നിബന്ധന, വേറൊരു ഫണ്ടിന് വേറെ ഫണ്ടിൻ്റെ നിബന്ധന. വെറുതെ നരേന്ദ്രമോദിയോട് രാഷ്ട്രീയ വിരോധം ഉണ്ടെന്ന് വെച്ചിട്ട് എല്ലാം അങ്ങോരെ തലയിൽ കെട്ടിവെക്കുക, അത് മര്യാദയല്ല. ശരി, ഒപ്പിടേണ്ടി വന്നതിന്റെ നിസ്സഹായാവസ്ഥയാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയായാലും പറഞ്ഞത്. ഇന്ന് പാർട്ടി CPM സംസ്ഥാന സെക്രട്ടറി ആയാലും പറഞ്ഞിരിക്കുന്നത് ഒരു നിസ്സഹായാവസ്ഥയിൽ നിന്നും കാലം ഇങ്ങനെ ആയ സ്ഥിതിക്ക് നമുക്കിതല്ലാതെ വേറെ വഴിയില്ല എന്ന് പറയുമ്പോൾ അതിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു കടുംപിടുത്തമുണ്ട്. ഒപ്പിട്ടാലേ ഉള്ളൂ പണം എന്ന നിലപാടാണല്ലോ. അല്ല, 336 സർക്കാർ സ്കൂളുകൾ, ഇവിടത്തെ പാവപ്പെട്ടവൻ്റെ മക്കൾ പഠിക്കുന്ന 336 സ്കൂളുകൾ നന്നാവും. അതിനുവേണ്ടി വരുന്ന ഫണ്ട് കേരളത്തിൽ വരും, അത് ഇറങ്ങും, കേരളത്തിലെ മാർക്കറ്റിൽ ഇറങ്ങും. സ്കൂൾ നന്നാക്കാൻ 5 ലക്ഷം രൂപ, ലാബോറട്ടറി സ്ഥാപിക്കാൻ 1 ലക്ഷം രൂപ, ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കുമുള്ള ഫണ്ടുകളാണ്. ഈ പണം എവിടെയാണ് വരാൻ പോകുന്നത്? ഈ പണം കേരളത്തിലാണ് ചെലവഴിക്കാൻ പോകുന്നത്. അത് കേരളത്തിലെ മാർക്കറ്റിനെ എനർജൈസ് ചെയ്യും. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പാവപ്പെട്ടവന്റെ മക്കൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അത് നന്നാക്കും. കേരളത്തിലെ സ്കൂളുകൾ അത്ര മോശമല്ലെന്നേ. അല്ല, ഞാൻ ചോദിക്കട്ടെ, എത്ര ലക്ഷം കുട്ടികൾ ഒരു വർഷം വിദേശത്ത് പഠിക്കാൻ പോകുന്നു, അന്യ സംസ്ഥാനങ്ങളിൽ പോകുന്നു? ഇവിടെ പല എഞ്ചിനീയറിംഗ് കോളേജുകൾ പൂട്ടാൻ പോവുകയാണ്. ഞാൻ പേര് പറയുന്നില്ല. ഇപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ പൂട്ടേണ്ട അവസ്ഥയിലാണ്. 5 6 കുട്ടികളാണ് ഒരു ക്ലാസ്സിൽ. മലയാളം BAക്ക് കേരളത്തിലെ പ്രശസ്തമായ ഒരു കോളേജിൽ 2 കുട്ടികളാണ് ചേർന്ന്. 2 കുട്ടികൾ കാനഡയിലും അയർലൻഡിലും ഇംഗ്ലണ്ടിലും ഒക്കെ പഠിക്കാൻ, ഓസ്ട്രേലിയയിലൊക്കെ പഠിക്കാൻ പോകുന്നത് ആരാ? നമ്മളെ വീട്ടിലെ കുട്ടികളാണ്. അതിന്റെ കാരണം മറ്റു ചില കാരണങ്ങളാണല്ലോ. അതിന്റെ കാരണം മറ്റു ചില വിഷയങ്ങളാണല്ലോ. ഞാൻ അങ്ങയിലേക്ക് വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.